വഴിയാണ് ഇത് പറയുന്നത്. സോറി ബിഗ് ബോസ്. റോബിനെ ബിഗ് ബോസിൽ നിന്നും രണ്ടാമത് പുറത്താക്കിയതുപോലെ തന്നെ രശ്മിനെയും ഇന്ന് പുറത്താക്കുമെന്ന് തന്നെ ഒരു നിമിഷത്തേക്ക് പ്രതീക്ഷിച്ചു പോയി. കാരണം പുറത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും അകത്ത് വീട്ടിൽ വന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു വാർണിംഗും കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പോൾ രശ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഒന്നുകൂടി വാൺ ചെയ്തിരിക്കുകയാണ്. വളരെ ഗൗരവമായ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മത്സരാർത്ഥികളുടെ അടുത്ത് പറയാൻ പാടുള്ളതല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് രശ്മിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രശ്മിൻ സോറി ബിഗ് ബോസ് എന്ന് പറയുന്നു. ഞാനൊരു മോട്ടിവേഷൻ ആണ് ഇത് ഉദ്ദേശിച്ചത് എന്ന് രശ്മിൻ പറയുന്നു. അപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് മോട്ടിവേഷൻ അല്ല, ഇത് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് ബിഗ് ബോസ് രശ്മിൻ്റെ അടുത്ത് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ മത്സരാർത്ഥികൾക്ക് ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ട്. നിങ്ങൾ പുറത്ത് നടക്കുന്ന വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ലാതാക്കും, നിങ്ങൾ അതിനെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബിഗ് ബോസ് വളരെ ഗൗരവമായ രീതിയിൽ തന്നെയാണ് രശ്മിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് ആദ്യം ഗൗരവമായിട്ട് വളരെയധികം കാര്യങ്ങൾ രശ്മിൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഓർത്തു ഇനി രശ്മിനെ റോബിനെ 5ാം സീസണിൽ ഗസ്റ്റായിട്ട് വന്നപ്പോൾ കൺഫഷൻ റൂം വഴി പുറത്താക്കിയില്ലേ ചില നിയമവിരുദ്ധം നടത്തിയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ രശ്മിനെയും പുറത്താക്കുമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ചെയ്യുന്നതൊക്കെ നിയമലംഘനമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റായിട്ട് വന്നതാണ് എങ്കിലും നിയമലംഘനം നടത്തിയതുകൊണ്ട് പുറത്താക്കുമെന്നൊരു നിമിഷത്തിന് ചിന്തിച്ചു പോയി. എന്തായാലും പുറത്താക്കിയിട്ടൊന്നുമില്ല, വീണ്ടും അകത്തേക്ക് തന്നെ കയറ്റിവിട്ടിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.